ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളുടെ തായ്ലൻഡ് ബനാന സപ്പോട്ടയിൻ്റെ പ്ലാന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് കേട്ടോ. നമ്മൾ ചില സ്ഥലങ്ങളിൽ ചിക്കു എന്ന് പറയും, ഞങ്ങളിവിടെ സപ്പോട്ട എന്ന് പറയും. നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഉൾഭാഗം നല്ല കളറുള്ള ഒരു വെറൈറ്റിയാണ് ഈ തായ്ലൻഡ് ഓൾ സീസൺ. നമുക്ക് വർഷം മുഴുവൻ കായ ലഭിക്കും. നമുക്ക് ഇതിൻ്റെ സ്വീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രീം സ്വീറ്റ്നെസ്സാണ്. നമ്മൾ സ്മൂത്തീസും പിന്നെ ഷേക്കുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പഞ്ചസാരയ്ക്ക് പകരം പോലും യൂസ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് സ്വീറ്റാണ് ഈ ഒരു വെറൈറ്റി. ദെൻ നമുക്ക് ഒരു വീട്ടിൽ റെഗുലറായിട്ട് ഫ്രൂട്ട് ലഭിക്കാൻ വേണ്ടി വയ്ക്കാവുന്ന പ്ലാന്റ്സിലൊന്നാണ് ഈ ബനാന സപ്പോട്ട. പിന്നെ ഒരുപാട് കെയറൊന്നും ആവശ്യമില്ല. പക്ഷേ എന്നാലും നമ്മൾ ഈ ചെടികൾ നടുന്ന സമയത്ത് നല്ല പോട്ടി മിക്സ് കൊടുക്കുക. ചകിരിച്ചോറ്, ചാണകപ്പൊടി, കരിയില, വേപ്പിൻ പിണ്ണാക്ക് എന്നിവയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വലിയ കുഴി എടുത്തിട്ട് അതിൽ നമ്മൾ ഈ പോട്ടി മിക്സ് ഫില്ല് ചെയ്തിട്ട് ചെടികൾ നടുവാണെങ്കിൽ കുറേ കൂടെ ചെടികൾക്ക് നല്ല പെട്ടെന്നുള്ള വളർച്ച കിട്ടും. പലപ്പോഴും പല കസ്റ്റമേഴ്സും പറയാറുണ്ട് ഞങ്ങളുടെ ചെടികൾ വളരെ സ്ലോ ആയിട്ടാണ് ഗ്രോത്ത് എന്ന്. അതിൻ്റെ പ്രധാന റീസൺ നമ്മൾ അടിവളം കൊടുക്കുക. നമ്മൾ മുകളിൽ നിന്ന് എന്തെല്ലാം വളം കൊടുക്കുന്നതിലും നല്ലതാണ് നമ്മളൊരു ചെടി നടുമ്പം അതിൻ്റെ അടിവളം കൊടുക്കുന്നത് ഏറ്റവും നല്ലതായാൽ. അങ്ങനെയാണ് ചെടികൾക്ക് പെട്ടെന്ന് വളർച്ച കിട്ടുക. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന ഇടം നോക്കി ചെടികൾ നടണം. അതുപോലെ വലിയ കുഴിയെടുത്ത് നടണം. ചെടി നട്ടതിന് ശേഷം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിങ് സ്റ്റെമ്മ് ആ ഒരു ചെടിയോട് ചേർത്ത് ടൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാറ്റ് വീശി ഇങ്ങനെ ചെടികൾ ആടിക്കൊണ്ടിരുന്നാലും പൊതുവേ ചെടികൾക്ക് ഗ്രോത്ത് കുറയാറുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതാണ് പ്ലാന്റ് സൈസ്. ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഓർഡർ ചെയ്തോളൂ.